അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. തിരുമേശ ശുശ്രൂഷ നമ്മുടെ നടുവിലുണ്ടല്ലോ. ഹല്ലേലൂയ. തുടർന്ന് ദൈവ ശുശ്രൂഷയ്ക്കായി സമയത്തെ വേർതിരിക്കുന്നു. തിരുമേശ ശുശ്രൂഷയുള്ള ആഴ്ചകളിൽ നമ്മൾ കർത്താവിൻ്റെ ക്രൂശീകരണത്തെ കുറിച്ചാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു കർത്താവിൻ്റെ ക്രൂശീകരണ സമയത്തിന് ശേഷം ക്രൂശിൽ കിടന്നപ്പോൾ കർത്താവ് 7 തിരുമൊഴികൾ സംസാരിച്ചതായി നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മാസവും ഓരോ മൊഴികളെ കുറിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര മൊഴികൾ തീർന്നുവെന്ന് പറയാൻ പറ്റുമോ? പ്രൈസല്ലോ. ഏതൊക്കെ മൊഴികളുണ്ടെന്ന് പറയാൻ പറ്റുമോ? പ്രൈസല്ലോ. 3 മൊഴികൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ഒരാഴ്ചകളായി 3 മാസത്തിൽ 3 മൊഴികൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. കർത്താവ് 7 തിരുമൊഴികളാണ് സംസാരിച്ചത്. ഇതിൽ 4ാമത്തെ മൊഴിയിലേക്കാണ് നാം കടന്നു വരുന്നത്. യേശു കർത്താവ് ഈ 4ാമത്തെ മൊഴി സംസാരിക്കുന്ന സമയത്ത് ദേശത്ത് ഇരുട്ടുണ്ടാകുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. ആ വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചാണ് കഴിഞ്ഞ മാസം ഒന്ന് നിർത്തിയത്. ഇരുട്ടിന് മുമ്പ്, അന്ധകാരത്തിന് മുമ്പ് 3 മൊഴികൾ കർത്താവ്, ഇതാ നിന്റെ അമ്മ എന്നും ഇതാ നിന്റെ മകനെന്നും, സ്ത്രീയെ നിന്റെ മകനെന്നും പറയുന്ന 3ാമത്തെ മൊഴി ഈ ഇരുട്ടിന് മുമ്പാണ് സംഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ മൊഴി സംസാരിച്ചതിന് ശേഷം ദേശത്തൊക്കെ അന്ധകാരം ഉണ്ടായി നമുക്ക് കാണാൻ കഴിയും. 3 മൊഴികൾ ഇരുട്ടിന് മുമ്പ്. ഇരുട്ട് തീരാനാകുമ്പോൾ സംസാരിച്ച 4ാമത്തെ മൊഴി. ഇരുട്ടിന് ശേഷം വീണ്ടും 3 മൊഴികൾ, അന്ധകാരത്തിന് ശേഷം വീണ്ടും 3 മൊഴികൾ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ മൊഴികളിലൊക്കെ ദൈവത്തോട് സംസാരിക്കുന്ന ഭാഗങ്ങളുണ്ട്, മനുഷ്യരോട് സംസാരിക്കുന്ന ഭാഗങ്ങളുണ്ട്. ദൈവത്തോട് സംസാരിക്കുന്ന ഭാഗങ്ങളിൽ യേശു കർത്താവ് പിതാവേ എന്ന് വിളിച്ച്, ആദ്യത്തെ മൊഴി പറയാമോ? പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. പിതാവേ എന്ന് വിളിച്ച് കർത്താവിനോട് ദൈവത്തോട് സംസാരിക്കുന്ന മൊഴി നമുക്ക് കാണാൻ കഴിയും. 4ാമത്തെ മൊഴിയിലേക്ക് വരുമ്പോൾ പിതാവേ എന്നല്ല യേശു കർത്താവ് സംസാരിക്കുന്നത്, എൻ്റെ ദൈവമേ എന്നാണ് സംസാരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 45-ാമത്തെ വാക്യം. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9 മണി നേരത്തെ യേശു ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് സങ്കീർത്തന ശുശ്രൂഷയിലെ ഏത് സംഗീതത്തിനാണ് വായിച്ചത്? 22-ാം സംഗീതമാണ് വായിച്ചത്. ആദ്യത്തെ വാക്യം എന്തായിരുന്നു? എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. സംവത്സരങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് ക്രൂശിൽ കിടന്ന് 4ാമത്തെ മൊഴിയായ ദൈവത്തോട് സംസാരിക്കുന്ന എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്നുള്ള ആ പദം സംവത്സരങ്ങൾക്ക് മുമ്പ് ദാവീദ് 22-ാം സങ്കീർത്തനം എഴുതി വെച്ചപ്പോൾ പരിശുദ്ധാത്മാവിൽ എഴുതി വെച്ചു. അതാണ് നാം വായിച്ചത്. ഹല്ലേലൂയ. എന്താണ് ഏലി ഏലി ലമ്മാ ശബക്താനി? അരാമ്യ ഭാഷയിലാണ് കർത്താവ് ദൈവത്തോട് സംസാരിക്കുന്നത്. ഏലി ഏലി ലമ്മാ ശബക്താനി. അർത്ഥം ഹല്ലേലൂയ മത്തായി തന്നെ എഴുതിയിട്ടുണ്ട്. എന്താണ്? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിതാവായ ദൈവം പുത്രനാകുന്ന ദൈവത്തെ ക്രൂശിൽ കൈവിടുന്നു. പ്രൈസ് ദി ലോർഡ്. മാനവ ജാതിയുടെ വിടുതലിന് വേണ്ടി തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അധികമായി സ്നേഹിച്ചു. അല്ലേ? തന്റെ ഏകജാതനായ പുത്രനാണ്. പിതാവിനോടുള്ള സമത്വത്തിൽ ജീവിച്ചിരുന്നവൻ, പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൽ ഒരുവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറിയയുടെ ഗർഭപാത്രത്തിൽ ഉരുവായതിനെ കുറിച്ച് നാം ചിന്തിച്ചു. അതേ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടവനെ ഹല്ലേലൂയ ക്രൂശിൽ പിതാവാകുന്ന ദൈവം കൈവിടുന്നു. ഹല്ലേലൂയ. ദൈവത്തോട് പറയുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി എന്ന് കാണും. 6 മണി മുതൽ 9 മണി വരെ ദേശത്ത് ഇരുട്ടുണ്ടായി. നമ്മുടെ സമയപ്രകാരം ഉച്ചയ്ക്ക് ഏകദേശം 12 മണി മുതൽ 3 മണി വരെയുള്ള സമയമാണത്, ഉച്ച സമയമാണ്. എന്നാൽ ഹല്ലേലൂയ ദേശത്തൊക്കെ ഇരുട്ടുണ്ടായി എന്ന് കാണുന്നു. ഇരുട്ടിന് ശേഷമാണ് അടുത്ത 3 വഴികൾ കർത്താവ് സംസാരിക്കുന്നത്. എന്താണ് ഇരുട്ടുണ്ടാകാനുള്ള കാരണം? ഇരുട്ടുണ്ടാകാനുള്ള കാരണം ഈ നിരീശ്വരവാദികൾ അവർക്ക് സമ്മതിക്കാൻ
പ്രവർത്തിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ പറയുന്നത് സൂര്യഗ്രഹണമായിരുന്നു എന്നാണ്. എന്നാൽ സൂര്യഗ്രഹണം ഒരിക്കലും ഒരു 3 മണിക്കൂർ നിലനിൽക്കുന്നതല്ല. ആ സമയത്ത് സൂര്യഗ്രഹണം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പൂർണ്ണചന്ദ്രന്റെ സമയമാണ്. പെസഹായോടുള്ള ബന്ധത്തിലാണ്. അതിനുശേഷമാണ് കർത്താവ് ക്രൂശീകരിക്കപ്പെടുന്നത്. ആ സമയം പൂർണ്ണചന്ദ്രന്റെ സമയമാകുന്നു. എന്നാൽ അവർ സൂര്യഗ്രഹണം ഉണ്ടായി എന്ന് ആ സമയത്ത് ഉണ്ടായി എന്നാണ് നിരീശ്വരവാദികൾ പറയുന്നത്. അതൊരിക്കലും ശരിയല്ല. കാരണം ഒരിക്കലും സൂര്യഗ്രഹണം 3 മണിക്കൂർ നിൽക്കത്തില്ല. സൂര്യഗ്രഹണം എവിടെയെങ്കിലും കണ്ടിട്ടുള്ളവരുണ്ടോ? കുറച്ച് സമയം മാത്രമേ അതിന് ഉണ്ട്. കുറച്ച് സമയം മാത്രമേ അതിന് എടുക്കത്തുള്ളൂ. എന്നാൽ 3 മണിക്കൂറോളമാണ് ഈ ഇരുട്ട് ആ ദേശത്ത് വ്യാപരിച്ചത്. അതുകൊണ്ട് ഒരിക്കലും അത് സൂര്യഗ്രഹണമായിരുന്നില്ല. സൂര്യഗ്രഹണം ഒരിക്കലും 3 മണിക്കൂർ ഉണ്ടാകുകയില്ല. അത് ദൈവത്തിന്റെ ഇടപെടലായിരുന്നു. ദൈവത്തിന്റെ ഇടപെടൽ ഇരുട്ടിനോടുള്ള ബന്ധത്തിൽ, കൂരിരുട്ടിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ കാണാൻ കഴിയുന്നുണ്ട്. ഇരുട്ടിനെ നാം ഡിഫൈൻ ചെയ്യുമ്പോൾ ഇരുട്ട് പല കാര്യങ്ങൾ വെളിപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും. ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ ഇരുട്ടുണ്ടായെന്ന് പഴയ നിയമത്തിൽ എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ന്യായവിധിയോടുള്ള ബന്ധത്തിൽ ഇരുട്ടുണ്ടായെന്ന് കാണാൻ കഴിയും. പാപത്തെ അപ്പോസ്തലന്മാർ ലേഖനങ്ങളിൽ വെളിപ്പെടുത്തുമ്പോൾ ഇരുട്ടിനോടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇരുട്ട് ഈ 3 രീതിയിൽ ദൈവത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ 1-2 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് ആവശ്യത്തിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 17 മുതൽ 19 വരെയുള്ള വാക്യം. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ മോശ ജനത്തെ പാളയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു. അവർ പർവ്വതത്തിന്റെ അടിവാരത്ത് നിന്നു. പഴയ നിയമത്തിൽ നാം ചിന്തിച്ചതാണ് ദൈവത്തെ കാണുക അല്ലെങ്കിൽ ദൈവസാന്നിധ്യം അനുഭവിക്കുക എന്നുള്ളത് എളുപ്പമായുള്ള ഒരു കാര്യമല്ല, അല്ലേ? പുതിയ നിയമത്തിൽ കർത്താവിന്റെ രക്തം കൊണ്ട് അവന്റെ ദേഹമെന്ന തിരശ്ശീല നമുക്ക് വേണ്ടി കീറപ്പെട്ടത് കൊണ്ട് ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് ചെല്ലുവാനും ഏതു സമയത്തും പിതാവായ ദൈവത്തോട് പ്രാർത്ഥന കഴിക്കുവാനും പുതിയ നിയമ വിശ്വാസിക്ക് കഴിയുമ്പോൾ പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക, ദൈവസാന്നിധ്യം അനുഭവിക്കുക എന്നത് ഒരു ഈസിയായ കാര്യമല്ലായിരുന്നു, അല്ലേ? സമാഗമന കൂടാരത്തെ കുറിച്ച് നമ്മൾ വിളിച്ചു, അല്ലേ? സമാഗമന കൂടാരത്തിൽ ഇറങ്ങി വന്ന ദൈവശബ്ദം അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം മേഘത്തിൽ നിന്ന് മോശയോട് മാത്രം സംസാരിക്കുകയും മോശ കേട്ട ദൂതൻ ഇസ്രായേൽ മക്കളോട് വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു പഴയ നിയമം. പഴയ നിയമം ദൈവ സാന്നിധ്യം അത്ര കട്ടിയുള്ളതായിരുന്നു അല്ലെങ്കിൽ അത്ര ജനത്തിന് ആക്സസ് ആയിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. മഹാപുരോഹിതന് മാത്രം ആണ്ടിലൊരിക്കൽ വിശുദ്ധ സ്ഥലത്തിലേക്ക് അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നൊക്കെ നാം ചിന്തിച്ചതാണ്. ആ ഭാഗത്തെ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ദൈവത്തെ എതിരേൽപ്പാൻ വേണ്ടി ജനവുമായി പാളയത്തിൽ നിന്ന് പുറപ്പെടുന്ന മോശയെ കാണുവാൻ കഴിയുന്നുണ്ട്. 18-ാം വാക്യം, യഹോവ സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയാൽ. അപ്പോൾ ദൈവം ഇറങ്ങി വന്നപ്പോൾ അവിടെ എന്ത് വെളിപ്പെട്ടു? തീ വെളിപ്പെട്ടു. പർവ്വതത്തിൽ തീ വെളിപ്പെട്ടു. പുക കൊണ്ട് മൂടി തീച്ചൂളയിലെ പുക പോലെ മുങ്ങി. പഴയ നിയമത്തിൽ സീനായി പർവ്വതത്തിലേക്ക് സർവശക്തനായ സ്വർഗ്ഗം സിംഹാസനമായിരിക്കുന്നവൻ, ഭൂമി പാദപീഠമായിരിക്കുന്നവൻ ഒരു പർവ്വതത്തിലേക്ക് മോശയ്ക്ക് വേണ്ടിയും ജനത്തിന് വേണ്ടിയും സംസാരിക്കാൻ വേണ്ടി ഇറങ്ങി വന്നപ്പോൾ പർവ്വതം എന്ത് ചെയ്തു? തീ കൊണ്ട് നിറഞ്ഞു, പുക കൊണ്ട് മൂടി. അതിന്റെ പുക എങ്ങനായിരുന്നു? തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി. പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി. ദൈവസാന്നിധ്യം ഇറങ്ങിയപ്പോൾ, ദൈവം ഇറങ്ങിയപ്പോൾ പർവ്വതം കുലുങ്ങി. അതുകൊണ്ടാണ് സംഗീതകാരൻ പറയുന്നില്ല, പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെ, കുന്നുകൾ കുഞ്ഞാടുകളെ പോലെ തുള്ളി. ഹല്ലേലൂയ. പർവ്വതത്തിനും ദൈവത്തെ വഹിക്കുവാൻ കഴിയത്തില്ല, പർവ്വതം വിറച്ചുപോയി. ഹല്ലേലൂയ. പുതിയ നിയമസഭയിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഹല്ലേലൂയ നമ്മുടെ ആലയമാകുന്ന ശരീരങ്ങളിൽ വെളിപ്പെടുമ്പോൾ നമുക്ക് ചിലപ്പോൾ നിയന്ത്രിക്കാൻ കഴിയത്തില്ല. നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു ആരാധന അനുഭവത്തിലേക്ക് നാം ചിലപ്പോൾ കടന്നു പോകാറുണ്ടല്ലേ? അത്രയ്ക്കൊരു ആത്മീയ അന്തരീക്ഷം വേണം. ഹല്ലേലൂയ. എത്ര ആത്മീയ അന്തരീക്ഷം വെളിപ്പെട്ടാലും ഹല്ലേലൂയ ഞങ്ങൾ കുലുക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ ഒരു പർവ്വതം തന്നെ കുലുങ്ങി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വഹിക്കപ്പെടുന്ന, നമ്മുടെ ശരീരത്തിലേക്ക് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യത്തിന് ഒരു ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഞാൻ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയാം, ഹല്ലേലൂയ, വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ കരമടിക്കും. നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ കരമടിക്കുന്നത് പോലെ അല്ല ഒരു ശക്തി നമ്മളിലേക്ക് വരുമ്പോൾ കരമടിക്കുന്നത്. നമ്മുടെ
ഭയങ്കര സ്പീഡ് കൂടും. ആരോ നമ്മളെ കരമടിപ്പിക്കുന്നത് പോലെ നമുക്ക് തോന്നും അല്ലേ? അങ്ങനെ അനുഭവമുള്ളവരുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ കരമടിക്കുന്നതല്ല, എന്റെ കരത്തിന്റെ മേലെ ഒരു ശക്തി വ്യാപരിക്കുന്നു. ആ ശക്തി എന്നെ കരമടിപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്റെ അധരങ്ങൾ ഞാൻ വിട്ടുകൊടുക്കുമ്പോൾ എന്റെ ഭാഷ എങ്ങനെ പ്രാപിക്കാൻ കഴിയും? പരിശുദ്ധാത്മാവിന്റെ നിറവ് എങ്ങനെ പ്രാപിക്കാൻ കഴിയും? അധരം പൂട്ടിയിരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. വായ് തുറന്ന് സംസാരിക്കുന്നവരാണ് ദൈവാത്മാവിൽ നിറയുന്നത്. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കാം, ഞാൻ അതിനെ നിറയ്ക്കാം. ഹല്ലേലൂയ. എന്റെ സ്നേഹിതനാണ് എന്നെ വിശ്വാസത്തിൽ കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ പ്രത്യേകത ഉണ്ടായിരുന്നു. അദ്ദേഹം ആ വായു തുറന്ന് ദൈവത്തെ അനിവാസ് പറയും. ആ വായു തുറന്ന് ചില സന്ദർഭങ്ങളിൽ ദൈവത്തെ ആരാധിക്കത്തില്ല. അദ്ദേഹം ഇങ്ങനെ മൗനമായിരിക്കുന്നത് കാണാം. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പക്ഷേ ശക്തമായ ദൈവ സാന്നിധ്യം താൻ ഫീൽ ചെയ്യുന്നത് താൻ എന്നോട് പറയാറുണ്ട്. അപ്പോൾ പല രീതിയിൽ അത് അനുഭവിക്കുന്നവരുണ്ട്. അപ്പൊ സാന്നിധ്യം റിസീവ് ചെയ്യുവാൻ നമ്മുടെ ശരീരം അത് കരത്തിൽ കരമടിക്കുന്നതിൽ കൂടെ വായിൽ കൂടെ ആ അനുഭവം, ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് പുറത്തേക്ക് ഒഴുകിയില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് അത് വ്യാപരിക്കും. ശരീരത്തിൽ ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെയാകും. അപ്പോൾ ശരീരം ചിലപ്പോൾ നമ്മൾ വീഴുവാനായിട്ടിടയായിത്തീരും. അപ്പോൾ ആ ആത്മസാന്നിധ്യത്തെ റിസീവ് ചെയ്യുവാൻ ഒരു വ്യക്തിക്ക് എനിക്ക് അന്യഭാഷ വേണം, എനിക്ക് ആഗ്രഹമുണ്ട്. പരിശുദ്ധാത്മാവിൽ നിറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു വാക്ക് പോലും സ്തോത്രം പറയാതെ, ഒരു വാക്ക് പോലും ആരാധിക്കാതെ ഹല്ലേലൂയ വന്നിരിക്കുന്ന ഒരാൾക്ക് അന്യഭാഷ നിറയാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എത്ര വർഷം ആ കസേര ഇരുന്നാലും അവിടെ തന്നെ ഇരിക്കും. അധരങ്ങളെ തുറന്നാൽ വായെ നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. കഴിഞ്ഞ ദിവസം പഠിച്ചു പറഞ്ഞ അവർക്ക് പുതിയ അധരങ്ങളെ നൽകും. പ്രൈസ് ദി ലോർഡ്. വിശ്വാസമുണ്ടോ? അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായ നാവുകൾ അവരെ വിട്ടു പോയില്ല, അവരുടെ മേൽ പതിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. തീ കത്തുന്ന നാവ് അവരുടെ മേൽ പതിഞ്ഞു.
സംസാരിക്കുന്നതിന് മുമ്പ് അവന്റെ മുമ്പിൽ ഒരു ഭൂകമ്പം ഉണ്ടായി. ഒരു തീ കടന്നുപോയി, ഒരു കാറ്റ് കടന്നുപോയി. കാറ്റിന് ഹോമയില്ലായിരുന്നു, തീരെ ഹോമയില്ലായിരുന്നു. അതിനുശേഷം ഒരു മൃദുശബ്ദം. വലിയൊരു ആത്മീയ ഉണർവിന് ശേഷം ഒരു ഇരുണ്ട കാലഘട്ടം ഉണ്ടായിരുന്നു. ഇരുണ്ട കാലഘട്ടത്തിന് ശേഷം 20-ാം നൂറ്റാണ്ടിലാണ് ഒരു പകർച്ച സംഭവിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ രണ്ടാമത്തെ ആഗമനം. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ ആഗമനം ഉണ്ടാകുന്നു. വീണ്ടും ഒരു രണ്ടാം സ്പർശനം. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർക്ക് വേണ്ടി വെളിപ്പെട്ട ആത്മാവിന്റെ സ്പർശനത്തിന്റെ ഒരു അനുഭവം കഴിഞ്ഞ 100 വർഷങ്ങൾക്ക് ശേഷമാണ് ദൈവം ഈ തലമുറയ്ക്ക് വേണ്ടി ആരംഭിച്ചത്. പരിശുദ്ധാത്മാവിന്റെ സ്പർശനമില്ലാത്ത ഇരുണ്ട കാലഘട്ടമായിരുന്നത്. അന്യഭാഷയില്ലാത്ത പ്രവചനമില്ലാത്ത ആ ഒരു കാലഘട്ടം. എന്നാൽ ഈ തലമുറയിൽ നിങ്ങൾക്ക് ജനിക്കാൻ പറ്റിയത്, അവരെ ആരാധിക്കാൻ പറ്റുന്നത്, സ്തുതിക്കാൻ പറ്റുന്ന ഭാഗ്യമുള്ള ഒരു തലമുറയാണ്. 20-ാം നൂറ്റാണ്ടിൽ ദൈവസാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ അവിടെ ചിലർ ആരാധിക്കുന്ന ഒരു വിഭാഗത്തിന് കൊയ്ക്കേഴ്സ് എന്ന പേര് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ
പ്രസംഗിക്കുന്ന സമയം പോകുന്നു. ഹല്ലേലൂയ. പർവ്വതം കുലുങ്ങി. 19 കാഹളധ്വനി ദീർഘമായി ഉറച്ചുറച്ചു വന്നപ്പോൾ, ആ ഭാഗമൊക്കെ വിശദീകരിക്കണമെന്നുണ്ട്. ദീർഘമായി ഉറച്ചുറച്ചു വന്നപ്പോൾ, കാഹളധ്വനി ദീർഘമായി, ആരാധന ദീർഘമായി ഉറച്ചുറച്ചു വന്നപ്പോൾ മോശ സംസാരിച്ചു. ദൈവം ഉച്ചത്തിൽ അവനോട് ഉത്തരം അരുളി. ആരാധനക്കകത്ത് നിന്നാണ് ദൈവം സംസാരിക്കുന്നത്. ദൈവത്തിൽ പറയുന്നുണ്ട്. ഒന്ന് കർത്താവ്, ദൈവ സാന്നിധ്യം, ദൈവം ഇറങ്ങി വരുമ്പോൾ ഉള്ള കൂരിരുട്ട്. ഹല്ലേലൂയ. ഇനി ദൈവം ന്യായവിധി കൊടുക്കുന്ന ഒരു കൂരിട്ടുണ്ട്. ഇതൊരു സൂര്യഗ്രഹണം സംഭവിച്ചതല്ല. തന്റെ മകൻ എന്നെ കൈവിട്ടതെന്ന് പിതാവിനോട് സംസാരിക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്നതാണ്. ഹല്ലേലൂയ. ഇരുട്ട് വ്യാപരിച്ചു, അന്ധകാരം വ്യാപരിച്ചു. അപ്പോൾ ദൈവം ഇറങ്ങി വരുമ്പോൾ ഒരു ഇരുട്ട്. ഇനി ന്യായവിധിയുടെ ഇരുട്ടുണ്ട്. ദൈവം ഇസ്രായേലിനെ ചെയ്യുന്ന ന്യായവിധിയുടെ ഇരുട്ട്. ചിന്തിക്കണമെന്നുള്ള സമയമില്ല, അത് ഞാൻ പിന്നീട് നിങ്ങൾ ചിന്തിച്ചോളാം. ഹല്ലേലൂയ. പ്രൈസ് കർത്താവിന്റെ വിഷയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മുമ്പ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് ഹല്ലേലൂയ എബ്രായയിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ ഭാഗം ചിന്തിച്ചുള്ളതാണ്. സ്ഥൂലമായതും തീ കത്തുന്നതും പർവ്വതത്തിന്, മേഘതമസ്സിന്, കൂരിരുട്ടോ, കൂരിരുട്ടിന്, കൊടുങ്കാറ്റിന്, അപ്പൊ ദൈവം ഇറങ്ങി വന്നപ്പോ പഴയ നിയമത്തിൽ എന്തൊക്കെ വന്നിരുന്നു? ദൈവം ഇറങ്ങി വന്നപ്പോ പഴയ നിയമത്തിൽ എന്തൊക്കെ വന്നിരുന്നു? കൂരിരുട്ട് വന്നിരുന്നു, മേഘ തമസ് വന്നിരുന്നു, കൊടുങ്കാറ്റ് വന്നിരുന്നു, കാഹളനാദം വന്നിരുന്നു, വാക്കുകളുടെ ശബ്ദം വന്നിരുന്നു. അങ്ങനെ ദൈവം ഇറങ്ങി വന്നത്. എന്നാൽ ആ ശബ്ദം കേട്ടവർ ഞങ്ങളോട് ഇനി സംസാരിക്കേണ്ട കർത്താവേ, ദൈവമേ ഞങ്ങളോട് സംസാരിക്കേണ്ട. ആ വാക്കുകളുടെ ശബ്ദം, കൂരിരുട്ട്, മേഘതമസ്സിലൊക്കെ കണ്ട് ഞങ്ങൾ ഭയപ്പെട്ടിട്ട് പറയാ, ഞങ്ങൾക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കണ്ട. വായിച്ചേ. പർവ്വതത്തിനൊരു മൃഗം പോലും കയറാൻ പാടില്ല. മോശ 21-ാം വാക്യം. ഞാൻ മോശയാണ് ദൈവത്തോട് അടുത്തിരിക്കുന്നവൻ, ഏറ്റവും അടുത്തിരിക്കുന്നവൻ. മോശ തന്നെ പറയുകയാണ്, ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു എന്ന് പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. പുതിയ നിയമസഭയെ കുറിച്ച് താഴെ കൊണ്ടത് വായിക്കണമെന്നുണ്ട്. എന്നാൽ ഒരു ലൈൻ ഒന്ന് വായിച്ചു പോയി. പുതിയ നിയമസഭയിൽ നിങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് എവിടെയാണ്? സിയോൻ പർവ്വതത്തിനും സ്വർഗ്ഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സംഘത്തിനും മതി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൂതന്മാരുടെ സംഘത്തിന് നടുവിൽ, സ്വർഗ്ഗീയ യെരൂശലേമിന് നടുവിലാണ് പുതിയ നിയമ സഭ ദൈവത്തെ ആരാധിക്കുന്നത്. ദൂതന്മാരോട് ചേർന്ന് ദൂതന്മാർ കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്ന ഹല്ലേലൂയ ദൈവസഭയുടെ പ്രത്യേകതകളെ കുറിച്ച് എനിക്ക് പറയണമെന്നുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ അത് മറ്റൊരു ദിവസം വെച്ചാൽ ചിന്തിക്കാം. നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് തന്നെ വരാം. കർത്താവിന്റെ കുരിശുമരണത്തെ കുറിച്ച് ചിന്തിച്ച് തിരുമാശയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏലി ഏലി ലമ്മ ശബക്താനി എന്നുള്ള പദമാണ് നാം ചിന്തിച്ചത്. ഏലി ഏലി ലമ്മ ശബക്താനി. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ഏലി എന്നതിന്റെ പൂർണ്ണ രൂപം എലോഹി എന്നാണ്. എലോഹി, സർവശക്തനായ ദൈവത്തെയാണ് യേശു കർത്താവ് വിളിക്കുന്നത്. ഒന്നുകിൽ അത് യേശുവിന്റെ പദങ്ങളിൽ വന്ന കുറവുകളായിരിക്കാം, അല്ലെങ്കിൽ അത് ഷോർട്ടായി വിളിച്ചതായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം യേശു കർത്താവ് അത്ര കാഠിന്യമായ വേദനയിൽ കൂടെ കടന്നു വന്നുകൊണ്ട് ശബ്ദം അധികം പുറത്തു വരാത്തതുകൊണ്ടായിരിക്കാം എലോഹി എന്ന് പൂർണ്ണരൂപം വിളിക്കാതെ ഏലി ഏലി ലമ്മ ശബക്താനി എന്നാണ് എബ്രായ ഭാഷയിൽ ഹല്ലേലൂയ കർത്താവ് സംസാരിക്കുന്നത്. 47-ാം വാക്യത്തിലേക്ക് വരാം. അവിടെ നിന്നിരുന്നവരിൽ ചിലർ അവൻ ഏലിയാവിനെ വിളിക്കുന്നെന്ന് പറഞ്ഞു. 49-ാമത്തെ വാക്യം. ശേഷമുള്ളവർ ഏലിയാവ് അവനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. യേശു പിന്നെയും
വരും. ഹല്ലേലൂയ. അതിന് മറ്റൊരു കാരണം കൂടെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ സമയത്തിന്റെ പ്രത്യേകതയാണ്. സമയം ഏകദേശം 9 മണി നേരമാണ് യേശു കർത്താവ് ഉറക്കെ നിലവിളിക്കുന്നത്, ഉറക്കെ സംസാരിക്കുന്ന ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ 9 മണി നേരം ഭോജനയാഗത്തിന്റെ സമയമാണ്. നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഏലിയാവ് ബാൽ പ്രവാചകന്മാർ ബാൽ ശക്തികൾ ഒരുമിച്ച് അവരുടെ ദേവനെ ആരാധിക്കുന്ന സമയത്ത് ഏലിയാവ് തന്റെ യാഗപീഠം പണിയുന്ന സമയം ഏകദേശം ഭോജനയാഗത്തിന്റെ സമയമാണ്. 9 മണി നേരമാണ്. ആ സമയമാണ് യേശു കർത്താവും ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് വിളിക്കുന്നത് കൊണ്ട് അവരുടെ അകത്തൊരു ചിന്ത ഉണ്ടായി, ഇവൻ നിശ്ചയമായും ഏലിയാവിനെയാണ് വിളിക്കുന്നത് എന്നൊരു ചിന്ത ഉണ്ടായി. ശ്രദ്ധിക്കുക, എന്താണ് കർത്താവ് ഹല്ലേലൂയ ഇരുട്ടിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. ഹല്ലേലൂയ മറ്റൊരു ദിവസം അതിനെക്കുറിച്ച് ചിന്തിക്കാം. എന്തിനാണ് കർത്താവ് പിതാവായ ദൈവം, തൃത്വത്തിൽ ഒരുവനായിരിക്കുന്ന പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ ക്രൂശിക്കൽ കൈവിട്ടതെന്ന്? ഹല്ലേലൂയ. കൈവിട്ടു എന്നുള്ള ഒരു ഉറപ്പോടുകൂടിയാണ് കർത്താവ് പറയുന്നത്, നീ എന്നെ കൈവിട്ടതെന്ത്? എന്തിനായിരിക്കാം കർത്താവ് കൈവിട്ടത്? ഹല്ലേലൂയ. നിശ്ചയമായും ഹല്ലേലൂയ നാം നിത്യതയിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് മാനവജാതിയുടെ മുഴുവൻ പാപ പരിഹാരത്തിന് വേണ്ടി തന്റെ പുത്രനെ അവൻ ലോകത്തിന് കൊടുക്കുകയായിരുന്നു. ആ പർട്ടിക്കുലർ ടൈമിലേക്ക് പിതാവായ ദൈവം തന്റെ പുത്രനെ കൈവിടുകയായിരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യെശയ്യാവ് 53-ാം അധ്യായം സാധാരണ ഈ ശുശ്രൂഷയുടെ ബന്ധത്തിൽ നാം വായിക്കുന്നതാണ്. അതിന്റെ 6-ാമത്തെ വാക്യം. നാം എല്ലാവരും ആടുകളെ പോലും തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. ഹല്ലേലൂയ. പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്നുള്ളത് ദൈവത്തിന്റെ പ്രമാണമാണ്. പാപത്തിന്റെ ശമ്പളം ഒരു മരണമാണ്. ഹല്ലേലൂയ. നമ്മുടെ പാപത്തിന്റെ ശമ്പളം നാം മരിക്കുക എന്നുള്ളതാണ്. എന്നാൽ നാം മരിക്കാൻ അനുവദിക്കാതെ ഹല്ലേലൂയ യേശു കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. നമ്മുടെ അകൃത്യം അവന്റെ മേൽ ചുമത്തി. നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എന്തിനാണ് കർത്താവ് ഇത് ചെയ്തത്? 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം. നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല. ഒരു ഇരുളിനെ കുറിച്ച് നാം കേട്ടു. ദൈവം ഇറങ്ങി വരുന്ന ഇരുള്. നമ്മുടെ അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളിൽ ഇരുളിനെ പരാമർശിക്കുന്നത് പാപത്തോടുള്ള ബന്ധത്തിലാണ്. അതാണ് 3 ഇരുളിനെ കുറിച്ച് ചിന്തിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. സമയമില്ലാത്തപ്പോൾ ഞാൻ ഓടിച്ചു പോവുകയാണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, അപ്പോസ്തലന്മാർ ഇരുളിനെ പരാമർശിക്കുന്നത് പാപത്തോടുള്ള ബന്ധത്തിലാണ്. പാപത്തിൽ ജീവിച്ച ജനം ഹല്ലേലൂയ വെളിച്ചത്തിൽ നടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ അവന്റെ പുത്രനെ നമുക്ക് ഹല്ലേലൂയ നമ്മുടെ അകൃത്യങ്ങൾ അവന്റെ മേൽ ചുമത്തി അവനെ പിതാവായ ദൈവം കൈവിട്ട് യാഗമാക്കുകയായിരുന്നു. നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ എല്ലാം അറിയാവുന്ന വാക്യങ്ങളോടാണ് ഞാൻ വേഗത്തിൽ പോകുന്നത്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം. സ്നാനം എന്തിനുള്ളതാണ്? മാനസാന്തരപ്പെടുന്നവനാണ് സ്നാനം. പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന സ്നാനം, മനം തിരിയുന്നവനാണ് സ്നാനം. അതുകൊണ്ടാണ് യോഹന്നാൻ ചോദിക്കുന്നത്, നീയല്ലേ എന്നെ സ്നാനപ്പെടുത്തേണ്ടത്? നിന്നാൽ സ്നാനമേൽക്കാനാണ് എനിക്ക് ആവശ്യം. ഹല്ലേലൂയ. കർത്താവ് അത് നീതിയാണെന്ന് പറഞ്ഞ് യോഹന്നാന്റെ കീഴിൽ സ്നാനപ്പെടുന്നത് ഇപ്പോൾ സമ്മതിക്കുക എന്ന് പറയുന്ന ഭാഗം നാം ചിന്തിച്ചു. അപ്പോൾ പാപം അറിയാത്ത കർത്താവിനെ അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. പ്രൈസ് ദി ലോർഡ്. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപം ആക്കി. 1 പത്രോസ് 2:9 നമുക്കറിയാവുന്ന വാക്യങ്ങൾ തന്നെ. 1 പത്രോസ് 2:9 വായിച്ചാട്ടെ. നിങ്ങളോ അറിയാവുന്ന വാക്യം. നിങ്ങൾ അന്ധകാരത്തിലായിരുന്നു. പാപം ചെയ്ത വ്യക്തി ജീവിതം അന്ധകാരത്തിലാണ്. ഇരുട്ടിന്റെ പ്രവൃത്തികളിലാണ് അവർ യാത്ര ചെയ്തത്.
ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന കുഞ്ഞാട് അറക്കപ്പെട്ടതുകൊണ്ട്, പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടതുകൊണ്ട്, അവൻ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടതുകൊണ്ട്, പാപമറിയാത്തവൻ നമുക്ക് വേണ്ടി പാപത്തിന്റെ ശിക്ഷ തന്റെ ശരീരത്തിൽ വഹിച്ചതുകൊണ്ട്, അന്ധകാരത്തിന്റെ പിടിയിലായിരുന്ന, പൈശാചികന്റെ കരങ്ങളിലായിരുന്ന, ഇരുളിന്റെ പ്രവൃത്തികൾ നമ്മെ കൊണ്ട് ചെയ്യിച്ചിരുന്ന അന്ധകാരത്തിന്റെ ഈ ലോകത്തിന്റെ അധിപതിയുടെ കീഴിലായിരുന്ന നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് അയച്ചു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവന്റെ സൽഗുണങ്ങളെ പോഷിപ്പാൻ തക്കവണ്ണം നമ്മൾ വരുന്നവളല്ല, നാം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്. ഈ റാസൽഖൈമ പട്ടണത്തിൽ ഇത്രയും പേര് ഈ ആലയത്തിൽ ഇരിക്കുന്നല്ലോ, വെറുതെ ഒരു ആരാധന കൂടാൻ വന്നവരല്ല. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്. ദൈവത്തിന്റെ കരുണ നമ്മളോടുള്ളതുകൊണ്ട്, ദൈവത്തിന്റെ കൃപ നമ്മളോട് ഉള്ളതുകൊണ്ട്, പാപത്തിലേക്കും രോഗത്തിലേക്കും ശാപത്തിലേക്കും നമ്മെ വലിച്ചിഴച്ചുകൊണ്ട് പോയ അന്ധകാരത്തിന്റെ ശക്തിയെ തകർത്ത് കളഞ്ഞ് അവന്റെ തലയെ തകർത്ത് നമ്മെ വിടുവിച്ച് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നാം വായിച്ച 22-ാം സങ്കീർത്തനത്തിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദാവീദ് പറയുന്നുണ്ട്, ഞാനൊരു കൃതിയത്രേ. അല്ലേ, നമ്മുടെ പ്രാർത്ഥനയിൽ ആരെങ്കിലും പറയുന്നുണ്ട്, കർത്താവേ ഞാനൊരു പുഴുവ, ഞാനൊരു കൃതിയ. അല്ലേ, പഴയ നിയമത്തിൽ ദാവീദ് പറഞ്ഞു, ഞാനൊരു കൃതിയത്രേ. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിലുണ്ട്, ഞാനൊരു കൃതിയത്രേ. എന്നാൽ പുതിയ നിയമവിശ്വാസി കൃതിയും പുഴുവൊന്നുമല്ല, അവൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. സന്തോഷപ്പെട്ടോ? ദൈവത്തെ സ്തുതിക്കാമോ? ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. അഹരോന് മാത്രം വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാൻ കഴിയുമായിരിക്കെ വചനം പറയുന്നു, അവൻ നമുക്ക് വേണ്ടി യാഗമായതുകൊണ്ട് നമ്മൾ രാജകീയ പുരോഹിത വർഗ്ഗമാണ്. സെൻട്രൽ പാസ്റ്ററാണോ രാജകീയ പുരോഹിത വർഗ്ഗം? വിപിൻ പാസ്റ്ററാണോ രാജകീയ പുരോഹിത വർഗ്ഗം? നാം എല്ലാവരും രാജകീയ പുരോഹിതന്മാരാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ജാതി. എപ്പോഴും നാം ചിന്തിച്ചോണം, നമ്മളൊരു സ്പെഷ്യൽ ടീമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട കർമ്മേൽ ശാരോന്റെ പ്രസ്ഥാനത്തിലുള്ളതായതുകൊണ്ടല്ല, കർത്താവ് രക്തം കൊടുത്തതുകൊണ്ട്, വിലക്ക് വാങ്ങിയതുകൊണ്ട്, പിശാചിന്റെ തലയെ തകർത്തതുകൊണ്ട്, അന്ധകാരത്തിൽ നിന്ന് വിടുവിച്ചതുകൊണ്ട് നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. 2 പുരോഹിത വർഗ്ഗമാണ്. 3 വിശുദ്ധ വംശം, സ്വന്തം ജനം. അതുകൊണ്ട് ആരെങ്കിലും പ്രാർത്ഥനയിൽ പുഴു കൃമിയും എന്നൊക്കെ പറഞ്ഞെങ്കിൽ മാറ്റിക്കോണം. വിശുദ്ധ വംശം, സ്വന്തം ജനം. സങ്കീർത്തനക്കാരെന്നാണ് പറഞ്ഞോട്ട്, വേണമെങ്കിൽ നമ്മുടെ താഴ്മയിൽ എന്ന് പറഞ്ഞോട്ട്, കർത്താവേ ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞോട്ട്. എന്നാൽ നാം പുരോഹിത വർഗ്ഗമാണ്, നാം വിശുദ്ധ വംശമാണ്, നാം സ്വന്തം ജനമാണ്. കുറെ ഭാഗങ്ങൾ ചിന്തിക്കണമെന്നുണ്ട്, സമയമില്ലല്ലോ, ഓടി ഞാൻ പോകട്ടെ. ആലോചിച്ച പിന്നീട് സമയമുള്ളപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഞാൻ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു പദം കൂടെ വായിച്ച് ശുശ്രൂഷയിലേക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലൂക്കോസ് വിശേഷം എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളോട് വായിച്ച് തിരുമേശ ശുശ്രൂഷയിലേക്ക് വേഗത്തിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 1-ാം അധ്യായം. ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ, നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ നശിക്കുകയും ചെയ്തിരിക്കുക. കൂട്ടുകാരപരമായ ആനന്ദം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈ പദങ്ങൾ ശ്രദ്ധിക്കുക. കർത്താവ് ഒരു മാറ്റമില്ലാത്ത സത്യമില്ലാത്തതിനോട് വിളിച്ചു പറയുകയാണ്. യേശു കർത്താവിന്റെ 7 മൊഴികളിൽ പല മൊഴികളിലും പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് കാണാൻ കഴിയും. എന്നാൽ ഈ 4-ാമത്തെ ഒറ്റ മൊഴിയിൽ മാത്രമാണ് കർത്താവ് ദൈവമേ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട്
ദൈവം പിതാവായിരിക്കുന്ന ദൈവത്തെ ദൈവമെന്ന് വിളിച്ചു എന്നാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ക്രൂശിന്മേൽ പുത്രനായിരിക്കുന്ന ദൈവം പിതാവായിരിക്കുന്ന ദൈവത്തെ ദൈവമേ എന്ന് വിളിച്ചതുകൊണ്ട് പിതാവായിരിക്കുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ ദൈവം, യേശു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ എബ്രായ ലേഖനകർത്താവ് തിരിച്ചൊരു പദം എഴുതിയിരിക്കുന്നു, പുത്രനെ പിതാവായ ദൈവം ദൈവമേ എന്ന് വിളിക്കുന്നു. കണ്ടോ, പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്തുകൊണ്ടേക്കുള്ളത്? പിതാവായ ദൈവം പുത്രനായിരിക്കുന്ന ദൈവത്തെ എന്താ വിളിക്കുന്നത്? ദൈവമേ നിന്റെ സിംഹാസനം എന്നുമുള്ളത്, നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. മതി മതി. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിലേക്ക് ഓടി വന്ന് നാം തിരുമേശ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്നു. മത്തായി സുവിശേഷം 27-ാം അധ്യായം 39 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. കടന്നു പോകുന്നവർ തല കുലുക്കി അവനെ ദുഷിച്ചു. നാം കർത്താവിനെ ഇപ്പോൾ ഈ സമയം വരെയും ആരാധിക്കുകയായിരുന്നല്ലോ. ദൈവസാന്നിധ്യം ശക്തമായി അനുഭവിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നടന്ന കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവ് നമുക്ക് പ്രാഗൽഭ്യം നൽകിയല്ലോ. തിരുമേശ ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ക്രൂശിനെ ധ്യാനിപ്പാനുള്ള സമയമാകുന്നല്ലോ ഈ സമയം. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 27 കടന്നു പോകുന്നവർ തല കുലുക്കി അവനെ ദുഷിച്ചു. അന്നേരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവരെ നിന്നെ തന്നെ രക്ഷിക്കാം. കർത്താവ് യഹൂദന്മാർ ഉൾപ്പെടെയുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പി, ഞാനിത് 3 ദിവസം കൊണ്ട് പണിയും. അതവരുടെ ഓർമ്മയിലുണ്ട്. നീയല്ലേ പറഞ്ഞത് മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ ഇപ്പൊ ചെയ്യ്, നിന്നെ തന്നെ രക്ഷിക്കാം. ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു. 42-ാം വാക്യം, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയില്ല. അവൻ ഇസ്രായേലിന്റെ രാജാവാകുന്നെങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും. ഇവിടെ അവനൊരു ക്ലോസ് വെക്കുകയാണ്. നീ ദൈവമാണെങ്കിൽ, നിനക്ക് രക്ഷിപ്പാൻ കഴിയുമെങ്കിൽ, മന്ദിരം പൊളിച്ചു പണിയാനുള്ള കഴിവ് നിനക്കുണ്ടെങ്കിൽ, നീ ദൈവപുത്രനാണെങ്കിൽ ഇപ്പോൾ ഈ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. ഹല്ലേലൂയ. നീ ഇസ്രായേലിന്റെ രാജാവാകുന്നെങ്കിൽ നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞങ്ങൾ കണ്ടാൽ ഞങ്ങൾ അപ്പോൾ നിന്നെ വിശ്വസിക്കാം. ഹല്ലേലൂയ. ഇതുവരെ നിന്നെ വിശ്വസിച്ചില്ല. നിന്നെ ക്രൂശീകരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു, അടിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. പല പുരോഹിതന്മാരുടെയും പിലാത്തോസിന്റെയും മുമ്പിലൊക്കെ നിന്നെ കൊണ്ടുപോയി കൽപ്പനകൾ വാങ്ങി ക്രൂശീകരിച്ചു. എന്നാൽ ഇപ്പോൾ അവസാനത്തെ നിമിഷം ഞങ്ങൾ പറയുകയാണ്, ഇപ്പോൾ നിനക്ക് ഇറങ്ങി വരാൻ പറ്റുമോ? ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നാൽ ഞങ്ങൾ നിന്നെ വിശ്വസിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രഗത്ഭനായ വില്യം ല്യൂക്ക് ബൂത്ത് എന്ന് പറയുന്ന ദൈവദാസൻ ഒരു ക്ലോസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തു ഇറങ്ങി വരാത്തതിനാൽ ഞാൻ അവനെ വിശ്വസിക്കുന്നു. കാരണം അവൻ ഇറങ്ങി വന്നിരുന്നെങ്കിൽ എനിക്ക് പാപമോചനം ലഭിക്കില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദിവരങ്ങൾ സമർപ്പിക്കാമോ? ഹല്ലേലൂയ. യേശുവിന് ഇറങ്ങി വരുവാൻ കഴിയുമായിരുന്നു. അവൻ ദൈവപുത്രനാണ്. ഒരു വാക്ക് കൽപ്പിച്ചാൽ ഹല്ലേലൂയ ലഗ്യോൻ ദൂതന്മാരുടെ സംഖ്യക്കൊത്തവണ്ണം ദൂതന്മാരെ ഇറക്കി വിടുതൽ പ്രാപിക്കുവാൻ കഴിയുന്ന ദൈവപുത്രനാണ് അവൻ. ഇനി ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാനാണെങ്കിലും കർത്താവിന് നിസ്സാരമായി കഴിയും. ചെകിട്ടത്തടിച്ച് ആര് പ്രവചിച്ചെന്ന് ചോദിച്ചാൽ പ്രവചിച്ചവന്റെ പേരും അഡ്രസ്സും പറയുവാൻ, അവന്റെ പിതാക്കന്മാരുടെ അഡ്രസ്സ് മുഴുവൻ പറയുവാൻ എൻ്റെ കർത്താവിന് കഴിയും. അവന് ഉലകസ്ഥാപനത്തിന് മുമ്പുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവന്റെ കണ്ണിന് ഒന്നും മറന്നിരിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവ് ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാത്തത് കൊണ്ടാണ് ഇന്ന് ഇവിടെ നമുക്കിരുന്ന് ആരാധിക്കുവാൻ പറ്റുന്നത്. അവൻ ആ വാക്കുകളോട് പ്രതികരിച്ചില്ല. തലകുലുക്കി പരിഹസിച്ചവരോട് അവൻ പ്രതികരിച്ചില്ല. പിതാവിന്റെ ഇഷ്ടപ്രകാരം അവൻ തന്നെ തന്നെ സമർപ്പിക്കുകയായി. പിതാവ് അവനെ കൈവിട്ടത് അവൻ ജീവിതത്തിൽ ഏറ്റെടുക്കുകയായിരുന്നു. കർത്താവിനറിയാം
ക്രൂശിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നാൽ, അപ്പോൾ ഒരു ജയം ഞാൻ പ്രാപിച്ചാൽ ഒരു പരമയാഗം നടക്കുകയില്ല. മാനവജാതിക്ക് വേണ്ടിയുള്ള മുഴുപാപ പരിഹാരത്തിനായി ഹല്ലേലൂയ പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടേ മതിയാകുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഗോതമ്പ് മണി നിലത്തു വീണ് ചാടുന്നില്ലെങ്കിൽ തനിയെ ഇരിക്കും. ചത്തുവെങ്കിലോ ഹല്ലേലൂയ വളരെ ഫലം കായ്ക്കും. കർത്താവ് നമുക്ക് വേണ്ടി ചത്തതുകൊണ്ട്, കർത്താവ് നമുക്ക് വേണ്ടി നിലത്തു വീണതുകൊണ്ട് ഫലമുള്ള ഒരു സഭ ഹല്ലേലൂയ ഇന്ന് രാത്രി കർത്താവിനെ ആരാധിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവരങ്ങൾ സമർപ്പിക്കാൻ കഴിയുമോ? ഉലകസ്ഥാപനത്തിൻ ഉളവായൊരൻപാ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. ഉലകസ്ഥാപനത്തിൻ ഉളവായൊരൻപാ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. Stay.